ഒരു കൊച്ചുകുട്ടിയുടെ 3.5 ഗ്രാം തൂക്കം വരുന്ന മാല വിഴുങ്ങിയ നിലമ്പൂർ മുക്കട്ടയിലെ കല്ലൻ സമീനയെ നമ്മൾ കണ്ടു. 35 വയസ്സുകാരിയായ സമീന നിലമ്പൂർ ആശുപത്രി റോഡിലെ ശിശുരോഗ വിദഗ്ധൻ്റെ അടുത്ത് മാതാപിതാക്കൾ ഒരു കൊച്ചുകുട്ടിയുമായിട്ട് വന്ന് കാണിക്കാനായിട്ട് വന്നപ്പം കുട്ടി ആശുപത്രി വരാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രിയിൽ. അന്നേരം അതിനെ കൊഞ്ചിക്കാനും തലോടാനും ഒക്കെ സമീന എന്ന 35-കാരി അവരും ആശുപത്രി വന്നതാണതായിട്ടാണ് ഇവർ കരുതിയത്. കൊച്ചിനെ ലാളിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം കുട്ടി അമ്മയുടെ അടുത്ത് വന്നപ്പം കുട്ടിയുടെ കഴുത്തിൽ മാലയില്ല. സംശയമായി സമീനയെ. അവരെ വിളിച്ച് ചോദ്യം ചെയ്തു, നിങ്ങളല്ലേ കുട്ടിയെ കളിപ്പിച്ചത്, കൊച്ചിൻ്റെ മാല കാണാനില്ലോ? തർക്കമായി. പോലീസിനെ വരുത്തി. പോലീസ് വന്നപ്പം മാല വിഴുങ്ങി. പോലീസ് SI സഫറുള്ളയും 2 ലേഡി പോലീസുകാരും ഇവരെ അറസ്റ്റ് ചെയ്തു, കേസെടുത്തു. അവർ മാല എടുത്തിട്ടില്ല എന്ന് വാദിച്ചു. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു. വയറ്റിനകത്ത് മാല കിടപ്പുണ്ട്. ആ മാലയോടൊപ്പം ഒരു ചെറിയ കമ്മലുമുണ്ട്. കമ്മൽ കുട്ടിയുടെ അല്ല. എന്തായാലും മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ കൊണ്ടുപോയി. സമീനയെ അവിടെ കൊണ്ടുപോയിട്ട് അവർ പല പരിശോധനകളും നടത്തി. ഈ മാല വയറ്റിൽ നിന്ന് എടുക്കാനുള്ള തന്ത്രപ്പാടിലായി. മലത്തിൽ കൂടെ പുറത്തേക്ക് പോകട്ടെ എന്ന് കരുതി അതിനുള്ള മരുന്നുകളൊക്കെ കൊടുത്തു. 2-3 ദിവസം അവർ നോക്കിയിരുന്നു. മാല മലത്തിൽ കൂടെ വന്നില്ല. എന്തായാലും അവരെ ആ മെഡിക്കൽ കോളേജിലെ അവിടെ തന്നെ ആക്കി. മുറിയിൽ 2 വനിതാ പോലീസുകാരുമുണ്ട്. ഇപ്പം വരുന്ന വാർത്തകൾ അവർ ബാത്റൂമിൽ കയറി ബാത്റൂമിൽ പോകാനായിട്ടിരുന്നു. ആ ക്ലോസറ്റിൽ ഇരുന്ന സമയത്ത് അവർ ആ മാല പുറത്തേക്ക് വന്നു. ഹോസ്പിറ്റൽ അധികൃതർ ഇവർക്ക് സാനിറ്ററി പാഡ് കെട്ടാൻ കൊടുത്തു. മലം വന്നാൽ അതിൽ ഈ മാല തടഞ്ഞിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ അവർ ഹോസ്പിറ്റലിലെ ക്ലോസറ്റിൽ പോയ സന്ദർഭത്തിൽ അവർ ഫ്ലഷ് അടിച്ച് മലത്തിൽ കൂടെ ഈ മാല വന്നു. അതിനകത്ത് മിക്കവാറും കമ്മലും വന്നിട്ടുണ്ടാവും. അവർ നല്ല കള്ളിയാണ്, അതുകൊണ്ട് തൊണ്ടി മുതലാണിത്, അതിൻ്റെ പ്രാധാന്യം അവർക്കറിയാം. അവർ ഫ്ലഷ് അടിച്ച് അതിനകത്ത് മാലയും ഈ കമ്മലും ഒഴുക്കി വിട്ടു. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവൾ ആ സാനിറ്ററി നാപ്കിനകത്ത് മലം വന്നപ്പം അത് അവരുടെ മുഖത്തേക്ക് എറിയും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. അതിന് ശേഷമാണ് ഫ്ലഷ് അടിച്ച് ഇതിനകത്ത് തൊണ്ടി സാധനങ്ങൾ അവർ ഹോസ്പിറ്റലിലെ ബൃഹത്തായ വലിയ രോഗികൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി ടാങ്ക് കൊണ്ട് ഈ ഫ്ലഷ് അടിച്ചപ്പം അത്രയും വലിയ ടാങ്കിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാരുടെ മലം പോകുന്ന സ്ഥലമാണ്. അതിനകത്തോട്ട് ഈ മാലയും കൊച്ചിൻ്റെ 3.5 ഗ്രാം മാലയും കമ്മലും പോയി. ഇത് പോലീസിൻ്റെ ഭാഗത്ത് വൻ വീഴ്ച തന്നെയാണിത്. അത് അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ സാമാന്യ ബുദ്ധിക്ക് കൈകാര്യം ചെയ്തു. സീനിയർ ഓഫീസർമാർ അതേപ്പറ്റി അവബോധം ഉണ്ടായില്ല. എങ്ങനെയാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ പെരുമാറേണ്ടത്, അതൊക്കെ തീർച്ചയായിട്ടും അവരുടെ ക്ലാസ് എടുക്കുമ്പോഴേ പോലീസ് ട്രെയിനിങ് കോളേജിലൊക്കെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രായോഗിക പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കണം. അവർക്കൊക്കെ അറിയാം ഇതെങ്ങനെയാണ് കൈകാര്യം. ഇത് പോലീസിൻ്റെ ഭാഗത്തൊരു വീഴ്ച കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത്. തൊണ്ടി നഷ്ടപ്പെടാൻ കാരണം അതാണ്. അതിനകത്ത് നമുക്കറിയാം അവരല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നല്ലോ. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സിനിമ കാണുന്നവരാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും. അതൊന്നും പ്രായോഗിക ഫലത്തിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ. അതിന് പോലും അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയല്ല തൊണ്ടി സാധനം കയ്യിലിരിക്കുന്നത്. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. അതൊന്നും ആരോടും ചോദിച്ചില്ല. നമ്മുടെ സ്വന്തം പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചു. മുൻ മന്ത്രി പി ജെ ജോസഫിൻ്റെ വീട്ടിൽ വലിയൊരു മോഷണം ഉണ്ടായി. കത്തി കാണിച്ച അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഡോക്ടർ ശാന്ത അവർ മരിച്ചുപോയി. അവരെ ഭീഷണിപ്പെടുത്തി അവരെ
ആ സമയത്ത് അവരുടെ വീട്ടിൽ നിന്ന് കുറേ അധികം സ്വർണവും അവരുടെ മാലയൊക്കെ ഊരി വാങ്ങിച്ചുകൊണ്ട് പോയി. ഇതിനെ സംബന്ധിക്കുന്ന കേസുകൾ അന്ന് ക്രൈംബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്തു. തെളിയാതെ വന്നു കഴിഞ്ഞപ്പം ക്രൈംബ്രാഞ്ച് SIT സ്ക്വാഡിലായ എനിക്ക് അന്വേഷണത്തിന് വന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നായനാർ, അദ്ദേഹം P. ജോസഫ് സാറും ഇവർ രണ്ടുപേരും അവിടെ എന്നെ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നു. ജോർജ് ജോസഫ് ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ക്രൈംബ്രാഞ്ചിലെ നിന്ന് കേസ് SITക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ 2-3 മാസത്തെ പ്രയത്നം കൊണ്ട് അത് കണ്ടുപിടിച്ചു. ആ പ്രതികളായിരുന്നു ഇടുക്കിക്കാരനായ അയ്യപ്പൻകോലുകാരനായ ശിവദാസൻ. അവൻ നല്ലൊരു കള്ളനാണ്. ശിവദാസൻ പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം, ആ കേസ് ശിക്ഷ വാങ്ങിച്ച ശേഷം എന്നെ വന്ന് കാണുകയും ചെയ്തു. സാറേ, എവിടെയെങ്കിലും ജീവിക്കാനൊരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ഞാൻ മോഷണം നിർത്തും. അങ്ങനെ പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ചില തട്ടുകടയൊക്കെ വെച്ചുകൊണ്ടിരുന്നു എന്നറിഞ്ഞു. അതിനൊക്കെ നമ്മളുമൊക്കെ സഹായിച്ചു. പിന്നീട് ആ കള്ളനെ കാണാനില്ല. ശിവദാസൻ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. അന്ന് ശിവദാസൻ താമസം മധുരയിലായിരുന്നു. അവിടുന്ന് കാണാൻ കേരളത്തിൽ വന്ന് മോഷ്ടിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഒരു കമ്മൽ ശിവദാസൻ്റെ ഒരു സുഹൃത്തായ നടേശൻ എന്ന് പറഞ്ഞ ഒരാൾ പുലിയന്നൂരുണ്ടായിരുന്നു. പാലാ പുലിയന്നൂരിലായിരുന്നു. ആ നടേശൻ്റെ വീട്ടിൽ വന്നാണ് താമസിക്കുക. അയാൾ സ്വർണ്ണപ്പണിക്കാരനാണ്. അവിടെ വന്ന് 1-2 ആഴ്ചയൊക്കെ താമസിച്ചിട്ടാണ് അവിടുന്നാണ് പാലാ ഭാഗത്തും തൊടുപുഴ ഭാഗത്തുമൊക്കെ പോയി മോഷണം നടത്തിയിട്ട് അവിടുന്ന് മധുര വണ്ടിയെ കയറി പുള്ളി മധുരയ്ക്ക് പോകും. ഇതായിരുന്നു ശിവദാസൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ സന്ദർഭത്തിൽ ഈ കമ്മൽ ഒരെണ്ണം ആ വീട്ടിലെ സ്വർണ്ണപ്പണിക്കാരനായിരുന്ന നടേശൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. പോലീസ് വന്ന് നടേശനെ തപ്പി വന്നു കഴിഞ്ഞപ്പം തൊണ്ടി സാധനങ്ങളൊക്കെ പിടിവീഴുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ കമ്മൽ അവരുടെ വീട്ടിൽ 10-60 വർഷം പഴക്കമുള്ള ആ കക്കൂസിൻ്റെ അകത്തോട്ട് അവരിട്ടു. ഈ വിവരം അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്ത് ചെയ്യാനൊക്കും? ഏതായാലും 3 ദിവസത്തെ പ്രയത്നം കൊണ്ട് കക്കൂസിലെ മുഴുവൻ മലവും പഴയതും പുതിയതും എല്ലാം വാരി വെളിയിലിട്ടു. വെള്ളമടിച്ച് ആ കമ്മലെടുക്കുകയും ചെയ്തു. 3-4 ദിവസം എടുത്തതേ ഉള്ളൂ. ഇതൊരു പ്രായോഗിക ബുദ്ധിയാണ്. തൊണ്ടി മുതലൊന്നും ദൃക്സാക്ഷിക്കാത്തത് കൃത്യമായിട്ട് ഓപ്പണാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ അനുഭവത്തിൽ അവരെ ക്ലോസറ്റിൽ ഒരിക്കലും അവരെ ബാത്റൂമിൽ പോകാൻ അനുവദിക്കില്ല. ഓപ്പൺ ഏരിയയിലോ അവിടെ തുണി കൊണ്ട് മറച്ചു കെട്ടിയോ അവിടെ ആകുമ്പോൾ അവരുടെ മലത്തിൽ നിന്ന് അത് കണ്ടെടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ അത് നടന്നില്ല. വളരെ ബുദ്ധിമോശമാണ് പോലീസ് കാണിച്ചത്. തൊണ്ടി നഷ്ടപ്പെട്ടു. അതിലും ആ ഹോസ്പിറ്റലിലെ 10,000 പേര് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ ആ ടാങ്ക് എത്ര വലുതായാലും ശരി, അതിലെ മുഴുവൻ സാധനങ്ങളും മാറ്റിയ ഈ സാധനം കിട്ടും. പക്ഷേ എങ്ങനെ അവിടെ പോയി എന്ന് പറയുന്ന ആ മൊഴി വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള അത് തീർച്ചപ്പെടുത്തണം. രണ്ടാമത്, ഇവർ ഈ രീതിയിൽ ആരെങ്കിലും സാമാന്യ ബോധമുള്ള നാട്ടുകാരുടെ ഒരു ബോധമെങ്കിലുള്ള നാട്ടുകാർക്കെങ്കിലും ഇതെങ്ങനെയാണ് പരിഹരിക്കട്ടെ എന്ന് അവർക്കറിയാം. പക്ഷേ അവർ പോലും കാണിക്കാത്ത മണ്ടത്തരങ്ങളാണ് കാണിച്ചത്. ക്ലോസറ്റിൽ അവിടെ അവർ ഒരു അറസ്റ്റ് ചെയ്ത സ്ത്രീയെ അവരെ ബാത്റൂമിൽ ആരെങ്കിലും കൊണ്ടുപോകുമോ? അതിനകത്തുള്ള വീണ എങ്ങനെയാണ് എടുക്കുന്നത്? അത് ഫ്ലഷ് ചെയ്ത് അവർ കളയത്തില്ലേ? ഇവർ നേരത്തെ ഇതുപോലൊരു കേസിനകത്തുനിന്ന് ഉൾപ്പെട്ട സ്ത്രീയാണ്. അവർ മോഷണം തൊഴിലാക്കിയ ഒരു സ്ത്രീയാണ്. സാധാരണ ഇങ്ങനെയുള്ള കാര്യം അവർ വിഴുങ്ങും. പിന്നീട് അവർ വീട്ടിൽ പോയി അവരെ സംശയിക്കുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും മലത്തിൽ കൂടെ വെളിയിൽ വരുമ്പോൾ അവരെടുക്കും. അതേസമയത്ത് നേരത്തെ ആ കുട്ടിയുടെ മാല വിഴുങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദിവസമോ തലേദിവസമോ വേറെ എവിടെയോ പോയി ഒരു ചെറിയ കമ്പിലൂടെ മുട്ടിച്ചു. അതൊരു സംശയം തോന്നിക്കഴിഞ്ഞപ്പോൾ അത് വായിലിട്ട് വിഴുങ്ങി. അങ്ങനെ ഒരു തൊണ്ടി മുതലൂടെ കൂടെ കിടപ്പുണ്ട്. പക്ഷെ ചുരുക്കത്തിൽ ഈ 2 തൊണ്ടി മുതലും ഇപ്പം കാണാനില്ല. അത് ഫ്ലഷായത് പോയി. അത് വളരെ ബുദ്ധിമോശമായ ഒരു പ്രകടനമായി പോയി. തീർച്ചയായിട്ടും അവരെ ഹോസ്പിറ്റലിൽ എന്തിനാണ് കിടത്തുന്നത്? അവർ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പോലീസ് കസ്റ്റഡി വാങ്ങിച്ചുകൂടായിരുന്നു. പോലീസ് സ്റ്റേഷനിലായിരുന്നെങ്കിൽ ആ ടാങ്കെങ്കിലും നമുക്ക് കഴുകി വൃത്തിയാക്കിയാൽ അതിനൊക്കെ ആൾക്കാരുണ്ടല്ലോ, കഴുകി വൃത്തിയാക്കി ആ തൊണ്ടി സാധനം കിട്ടുമായിരുന്നു. അതും പോയി. പോലീസ് കസ്റ്റഡിയിലായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ എവിടെയെങ്കിലും വനിതാ പോലീസുകാർ തുണി മറച്ചു കെട്ടി അവരെ ബാത്റൂമിൽ കൊണ്ടുപോകണമായിരുന്നു. അതൊക്കെയായിരുന്നു പ്രായോഗികമായി ചെയ്യാനുള്ളത്. അല്ലാതെ വേറൊരു മാർഗവുമില്ല. അല്ലെ അവരെ വെറുതെ ഓപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞല്ലോ. അതുകൊണ്ട് മലത്തിൽ കൂടെ വെളിയിൽ വരും ഈ ചെറിയ സാധനങ്ങൾ. 3.5 ഗ്രാമല്ലേ ഉള്ളൂ. ചെറിയൊരു കമ്മലും കൂടെ ഉണ്ടല്ലോ. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കുറച്ചുകൂടെ ബുദ്ധിപൂർവമായിട്ട് പോലീസ് പ്രവർത്തിക്കണമായിരുന്നു. മേലുദ്യോഗസ്ഥന്മാർ അതിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ല എന്ന് തന്നെയും പറയേണ്ടി വരും.